ഒരു ദിവസം കൊണ്ട് ആവശ്യത്തിലേറെ പാല് കടന്നു കഴിഞ്ഞല്ലോ കൃഷ്ണ. അതെ അമ്മേ, ഞാൻ പശുക്കളെ മേയാൻ കൊണ്ടുപോട്ടെ. ഈ സംഗീതം നിർത്തുന്നുണ്ടോ? അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. താളവൻ കാട്ടിലെ പഴച്ചാർ എന്താണ് ഇനിയും എത്തിച്ചേരാത്തത്? അവിടെയുണ്ട്. എത്തിച്ചേരാൻ സമയമായി. എനിക്കല്പം പഴച്ചാർ ഒഴിക്കും. എന്നിട്ട് എന്നോട് പറയും, രേണുകാസുരൻ എന്റെ മരണദൂതനെ കൊന്നു കഴിഞ്ഞു. ക്ഷമിക്കണം മഹാരാജൻ, രേണുകാസുരൻ മരിച്ചുപോയി. എന്താ? അതെ രാജൻ, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ മരണദൂതനായിരിക്കും അയാളെ കൊന്നതെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു രാജൻ. ഇത് സത്യമാണെങ്കിൽ ഞാൻ അവനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ എന്നെ കൊല്ലുമായിരിക്കും. വേഗം ബാക്കിയുള്ള പഴച്ചാറ് താഴെ ഇറക്കൂ. എനിക്കത് ഉടനെ കിട്ടിയേ തീരൂ. എന്നോട് ക്ഷമിക്കണം രാജൻ, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. രേണുകാസുരനെ കൊന്നവൻ ബാക്കിയുള്ള അമൃത് മുഴുവനും വൃന്ദാവനത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു രാജൻ. ആ ബാലൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ ആരെങ്കിലും ഉടനെ കണ്ടെത്തണം. വേഗം. മഹാരാജൻ, എന്റെ അഭിപ്രായം ഇതാണ്. ഹരിസ്താസൻ എന്ന കാള ഭീകരനായ ഒരു രാക്ഷസനാണ്. അവൻ തന്റെ കൊമ്പുകൊണ്ട് ഒരു പർവ്വതത്തെ തന്നെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. ശരിയാണ്, അവനൊരു ഭീകരനായ കാളയാണെന്ന് എനിക്കറിയാം. എന്റെ മരണദൂതനെ കൊല്ലാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അരിഷ്ടാസുരനായിരുന്നു. അവനെ ഉടനെ ഇവിടെ കൊണ്ടുവരണം. വേഗം. ഉത്തരവ് രാജൻ. സൂര്യന്റെ ഉത്സവത്തിൽ ഞാനായിരിക്കും ഏറ്റവും സുന്ദരിയായ ഗോപിക. അതിൽ സ്വപ്നം കാണാതിരിക്കും ശാന്ത. ഉത്സവം നടത്തുന്നതിന് മുമ്പ് എത്തണം. രാധേ, നീ എന്താണ് ചെയ്യുന്നത്? സൂര്യപൂജയ്ക്ക് പൂക്കൾ നനയ്ക്കുക. നീ ഇപ്പോൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് അനുവാദം ചോദിക്കാതെയാണ്. ഞങ്ങൾക്ക് നിന്റെ അനുവാദം വേണ്ട. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഈ കല്ല് എന്റെ പൂക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ ആരാ രാജാവാക്കിയത്? നീ ഒരു വിത്ത് പോലും മുളപ്പിച്ചില്ല. ഈ ചെടികൾ നനച്ചിട്ടുമില്ല. നീയാണ് കുസുമവനം നശിപ്പിച്ചത്. നിന്റെ പശുക്കളെ കൊണ്ട് കൂട്ടുകാരെ കൊണ്ട്. ആഹാ, ആ, 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 ആ. നീ ആരാണ്? നീതിമാനും ഭക്തനുമായ എന്നെ കൊന്നൊരാളെ ചോദ്യം ചെയ്യാൻ? ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ജനിച്ചുടനെ ഒരു സ്ത്രീയെ കൊന്നില്ലേ? അത് മാത്രമല്ല, അവൻ അമ്മയോട് കള്ളം പറഞ്ഞു. ഗോപികമാരുടെ വീടുകളിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചു. ശരിയാ, ആ വെണ്ണ നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ അവൻ കുറച്ച് വലുതായപ്പോൾ അവന്റെ വികൃതി കൂടി. അവൻ ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവനൊരു കാളക്കുട്ടിയെ കൊന്നു. ഇതൊക്കെയാണ് ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ചെയ്ത വികൃതികൾ. നിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. പക്ഷെ ഞാൻ നീ വെണ്ണ കള്ളനാണ്. നീ വെണ്ണ കള്ളനാണ്. നിങ്ങൾ തന്നെ നല്ലതാണ്. പശുക്കളായ നീതി ഇവർ അംഗീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വാ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. വൃന്ദാവനം. അപ്പോൾ ഇവിടെയാണ് കംസന്റെ മരണദൂതനായ കൃഷ്ണൻ വികാരമാവനില്ല. ഇത്രയ്ക്ക് പേടിയുള്ളൊരു ബാലനായിരിക്കില്ല ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കംസന്റെ മരണദൂതൻ.
കൃഷ്ണൻ ഇന്ന് എന്ത് അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് കേൾക്കാൻ. അത്ഭുതകരമായ കാഴ്ചകളോ? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നതാണ് നല്ലത്. കൃഷ്ണൻ എന്ന പേരുള്ള ബാലനു വേണ്ടി. ഇതാ, വിശാഖ. ഞാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു. അത് പറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്താണ് മനുഷ്യത്വം? പശുവിന്റെ കഴുത്തിലെ മണിയായിരിക്കും. നടന്നാൽ നമുക്ക്. അത് പശുവിന്റെ കഴുത്തിലെ മണിയല്ല. എന്താണത്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാം. നമുക്കിനി പൂക്കൾ കാണുന്നാതെ ധൃതി വെക്കാതിരിക്കും. ഞാൻ എടുത്തു തരാം. കൊമ്പ് നന്നായി കാണുമല്ലോ. ദൈവങ്ങൾ എന്നെ കടാക്ഷിക്കുകയായിരിക്കും. പിടിച്ചു. ലളിത, വിശാഖ, സഹായിക്കേ. ആഹാ, പൂക്കളെ മോഷ്ടിക്കാൻ വീട്ടിലുണ്ടല്ലേ? നമ്മൾ ഈ മരത്തിൽ രാവും പകലും കാവൽ നിൽക്കണം. ചാടിപ്പോരാതെ, ഞങ്ങൾ പിടിച്ചോളാം. അയ്യോ, ഓടിക്കോ, ഓടിക്കോ. ഇതിലൊരിക്കലും കംസന്റെ പ്രാണഭൂതനായ ബാലനുണ്ടായിരിക്കില്ല. എന്തായാലും അവന് വേണ്ടി കാത്തിരിക്കുക തന്നെ. ഈ ഗ്രാമവാസികളെ പേടിപ്പിച്ചാൽ അവൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. മറ്റു കുട്ടികളൊക്കെ പശുക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൃഷ്ണ. നീ വേഗം വീട്ടിലേക്ക് പോയില്ലെങ്കിൽ യശോദ വിഷമിക്കും. രാത്രി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഈ പൂക്കൾക്ക് കാവൽ നിൽക്കും. എന്തിനാ പിടിവാശി കാണിക്കുന്നത് കൃഷ്ണ? സൂര്യപൂജയ്ക്ക് ഞങ്ങൾക്ക് പൂക്കൾ വേണം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ പൂക്കളൊക്കെ വിഷ്ണു ഭഗവാനുള്ളതാ. എന്താണ് ശബ്ദം? എനിക്ക് തോന്നുന്നത് രാക്ഷസനാണെന്നാ. വാ കൃഷ്ണ, നിന്റെ പ്രിയപ്പെട്ട വൃന്ദാവനത്തെ രക്ഷിക്കുകയും. പോവല്ലേ കൃഷ്ണ, അതൊരു കെണിയാണ്. ആയിരിക്കാം, പക്ഷെ വൃന്ദാവനത്തിലെ ജനങ്ങളുടെ നിലവിളി ഞാൻ സഹിക്കില്ല. കൃഷ്ണ, ഒരു രാക്ഷസനാണ്. വേഗം ഓടിക്കോ. അയ്യോ, അത് നീച്ചയാണ്, രാക്ഷസനായിരിക്കും. നീ അതിനെ കളിയാക്കിയെന്ന് തോന്നുന്നു. കൃഷ്ണ, നോക്ക് സുബലെ, ഇത് സാധു പശുവാണ്. പണ്ടൊരു പശുവിനെ അടക്കിയതുപോലെ ഇതിനെ അടക്കട്ടെ. അധികം നാൾ നീ സന്തോഷിക്കില്ല.